ഷിബു, ഒരു വർഷം പൂർത്തിയാവാൻ പോവുകയാണ് അല്ലേ? ഫെബ്രുവരി 18 സിദ്ധാർത്ഥനെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ട് ഒരു വർഷം പൂർത്തിയാവാൻ പോവുകയാണ്. ഇപ്പോഴിതാ ക്രൂരമായ റാഗിങ്ങാണ് കോട്ടയത്തെ ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗിൽ അരങ്ങേറിയത്. കഴുത്തിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തിയാണ് മർദ്ദനമുറകൾ തുടങ്ങുന്നത്. കള്ള് വാങ്ങാൻ 800 രൂപ നൽകണം, ഇല്ലെങ്കിൽ നഗ്നരാക്കി കെട്ടിയിടും. കോമ്പസ് കൊണ്ട് ദേഹമാസകലം കോറി വരച്ച് മുറിവുണ്ടാക്കും. ഈ മുറിവുകളിൽ ലോഷൻ ഒഴിക്കും, ബാക്കിയുള്ള ലോഷൻ വായിലും ഒഴിച്ചു കൊടുക്കും. പോരാത്തതിന് സ്വകാര്യ ഭാഗത്ത് ഡംബൽ കയറ്റി വയ്ക്കും. പുറത്തു വന്ന ദൃശ്യങ്ങളിൽ ഇതൊക്കെയാണുള്ളത്. പുറത്ത് വരാത്ത ദൃശ്യങ്ങളിൽ എന്തൊക്കെ ക്രൂരതയുണ്ടെന്ന് ഇപ്പോൾ റിമാൻഡിലുള്ളവർക്കും അനുഭവിച്ചവർക്കും മാത്രമേ അറിയൂ. 1-ാം വർഷ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് ആരംഭിച്ച നവംബർ 4 മുതൽ, കഴിഞ്ഞ വർഷം നവംബർ 4 മുതൽ മർദ്ദനം പതിവാണ്. പുറത്തറിയിച്ചാൽ തട്ടിക്കളയും എന്നാണ് ഭീഷണി. കഴിഞ്ഞ ദിവസം മദ്യം വാങ്ങാൻ പണം നൽകാത്തതിന് മർദ്ദനമേറ്റ വിദ്യാർത്ഥി മാതാപിതാക്കളോട് വിളിച്ച് പറഞ്ഞതോടെയാണ് ഹോസ്റ്റലിലെ കൊടും ക്രൂരതകൾ പുറം ലോകം അറിഞ്ഞത്. ഇല്ലെങ്കിൽ മറ്റൊരു സിദ്ധാർത്ഥൻ ഉണ്ടായേനെ. ഷിബു, എന്ത് തോന്നുന്നു ഷിബു? അതെ സാർ, ഇതേ രീതി തന്നെയാണ് അവിടെയും തുടങ്ങിയിരുന്നത്. ഞങ്ങളുടെ പൂക്കോട് വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥനും ഇതിനേക്കാളും അതിക്രൂരമായ പീഡനമാണ് ഏൽക്കേണ്ടി വന്നത്. പക്ഷേ ഇന്ന് സിദ്ധാർത്ഥൻ ഇപ്പോൾ ഈ വിദ്യാർത്ഥി വെളിപ്പെടുത്തിയതുപോലെ സിദ്ധാർത്ഥൻ അത് പറയാൻ കഴിഞ്ഞില്ല. അതുപോലെ ഇപ്പോൾ പോലീസോ അല്ലെങ്കിൽ CBIയുടെ റിപ്പോർട്ടുകളിൽ കൂടെയാണ് നമുക്കെല്ലാം സ്വാധീനങ്ങൾക്കായാലും ഞങ്ങൾക്കും കൂടുതൽ അറിയാൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ ഒരു മൂന്നാമതൊരാൾ പറഞ്ഞാണ് ഞങ്ങൾ അറിഞ്ഞത്. ആ പീഡനം അനുഭവിച്ച ആൾ പറയുമ്പോഴേ അതിൻ്റെ തീവ്രത നമ്മൾ കൂടുതൽ മനസ്സിലാക്കുകയുള്ളൂ. ഈ മൂന്നാമതുള്ള വ്യക്തികൾ പറഞ്ഞറിഞ്ഞപ്പോൾ തന്നെ ഈ ഞങ്ങൾക്ക് കുടുംബത്തിനോ ഈ കേരളത്തിലെ ഒരു ജനസമൂഹത്തിന് പോലും താങ്ങാൻ പറ്റാത്തത്ര വേദനയായിരുന്നു സിദ്ധാർത്ഥൻ്റെ പീഡനങ്ങൾ. അപ്പോൾ സിദ്ധാർത്ഥൻ നേരിട്ട് പറഞ്ഞിരുന്നുവെങ്കിൽ ഏത് സ്ഥിതിയിലായിരിക്കും ഈ കേരളം ഈ പീഡനത്തിന് അന്ന് ഏറ്റെടുക്കുക എന്ന് എനിക്കിപ്പോൾ ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. അത്ര കൊടിയ പീഡനമാണ് അവിടെ ഏൽക്കേണ്ടി വന്നത്. അതുപോലെ തന്നെയാണ് കോട്ടയത്ത് ഇപ്പോൾ നടന്നിരിക്കുന്നത്. പൂക്കോട് വെറ്റിനറി കോളേജിൽ SFIയുടെ നേതൃത്വത്തിലുള്ള ഗുണ്ടകൾ, അതായത് അവിടുത്തെ യൂണിയൻ ഭാരവാഹികൾ തന്നെയാണ്, അവരുടെ നേതൃത്വത്തിൽ അവിടെയുള്ള പൂർവ്വ വിദ്യാർത്ഥികളും ഇവൻ്റെ ക്ലാസ്മേറ്റുകളും കൂടെ ചേർന്നാണ് അതിക്രൂരമായി 3 ദിവസത്തോളം പട്ടിണിക്കിട്ട് ആഹാരമോ കുടിവെള്ളമോ കൊടുക്കാതെ റൂമിനകത്ത് പൂട്ടിയിട്ട് മൊബൈൽ ഫോൺ അക്ഷയ് എന്ന് പറയുന്ന ഒരു സുഹൃത്തിൻ്റെ കൈക്കലാക്കുകയും അത്തരത്തിൽ സിദ്ധാർത്ഥനെ ഒറ്റപ്പെടുത്തി ഒരു വീടുമായിട്ട് ഒരു ബന്ധത്തിലും സംസാരിക്കാൻ പറ്റാത്ത രീതിയിലാക്കുകയും, എന്നാൽ വീട്ടിൽ സംസാരിച്ചിരുന്നു, അത് സിദ്ധാർത്ഥനാണോ എന്ന് സംശയമാണ്. കാരണം സിദ്ധാർത്ഥൻ സംസാരിക്കുന്നത് അവർ വേറെ എന്തെങ്കിലും ടെക്നിക്കൽ ഉപയോഗിച്ചാണോ എന്നും അറിയില്ല. എന്നിരുന്നാലും സിദ്ധാർത്ഥന് ആ കാര്യങ്ങളൊന്നും വീട്ടിൽ ധരിപ്പിക്കുവാനോ അല്ലെങ്കിൽ ആ കൃത്യസമയത്ത് ഞങ്ങൾ അറിയിക്കുവാനോ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് സിദ്ധാർത്ഥന് ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിലെത്തിയത്. അതേപോലെ ഈ കൊടിയ പീഡനം നടത്തി അവിടെ കൊലപാതകം നടത്തുകയും ചെയ്തു. ഇവിടെ നമ്മൾ കോട്ടയത്താണെങ്കിൽ ആ കുട്ടികൾക്ക് വീട്ടിൽ രക്ഷകർത്താക്കളെ അറിയിക്കാൻ കഴിഞ്ഞതുകൊണ്ട് അവർക്ക് ജീവൻ രക്ഷിക്കുവാൻ കഴിഞ്ഞു, അവരെ കൊല ചെയ്യപ്പെട്ടില്ല. അത്രയും ആ അവസ്ഥയിലാണ് ഇന്ന് കേരളം കടന്നു പോകുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഒന്ന് മനസ്സിലാക്കേണ്ടത്, സിദ്ധാർത്ഥന് കൊടിയ പീഡനം ഏൽക്കുന്നു. ഇപ്പം അത് വിശദീകരിക്കുന്നതിനോടൊപ്പം എന്തായാലും ഇത് പറയാതെ കഴിയില്ല. 3 ദിവസത്തോളം അതിക്രൂരമായി മർദ്ദിക്കുകയും ബെൽറ്റിനടിക്കുകയും നട്ടെല്ല് മുതൽ ശരീരത്തിൽ ഏതൊക്കെ ഭാഗങ്ങളിൽ പരിക്കുകൾ ഉണ്ടായിരുന്നു എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമായി വായിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വായിക്കാൻ പോലും കഴിയില്ല. ആ അവസ്ഥയിലിരിക്കുന്ന ആ
കേസിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് പ്രതികൾക്ക് പഠിക്കുവാനുള്ള സൗകര്യം കിട്ടുന്നു. അവർ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ആ കോളേജിൽ തന്നെ തിരിച്ചു കയറാനുള്ള അവസരം അവർക്ക് ഒരുങ്ങുന്നു. അവരെ ജാമ്യത്തിൽ വിടുന്നു. അവർക്ക് പരീക്ഷ എഴുതാനുള്ള അവസരം കിട്ടുന്നു. അപ്പം ഇതുപോലെ എല്ലാ സൗകര്യവും ഈ പ്രതികൾക്ക് അല്ലെങ്കിൽ ഈ ക്രിമിനലുകൾക്ക് കിട്ടുന്നു എന്ന് പറയുമ്പോൾ മറ്റുള്ള കുട്ടികൾ ഇത് നോക്കിക്കാണുന്നു. അവർ അടുത്തുള്ള കോളേജിലുള്ള കുട്ടികൾ വിചാരിക്കും, എന്തുകൊണ്ട് നമ്മൾ ഇത് ചെയ്താൽ, ഒരുത്തനെ കൊന്നാൽ പോലും ഞങ്ങൾക്ക് ധൈര്യമായിട്ട് പഠിക്കാം, വലുതാവുമ്പോൾ ജോലി കിട്ടും, കല്യാണം കഴിക്കാം, സുഖമായി ജീവിക്കാം, പിന്നെ എന്തിന് ഞങ്ങൾ പേടിക്കണം, ഞങ്ങൾക്ക് ആരെ വേണോ മർദ്ദിക്കാം, എങ്ങനെയുള്ളവരെ വേണമെങ്കിലും അടിക്കാം, കൊല്ലാം എന്നുള്ള സ്ഥിതിയിലേക്ക് ഇപ്പോൾ ആ നിയമം അവനിലൂടെ സിദ്ധാർത്ഥൻ്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ കേസിൽ തന്നെ സാർ ഒന്ന് ശ്രദ്ധിക്കണം, എത്രമാത്രം റാഗിംഗ് ആണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, എത്ര പേടിച്ച് എത്ര പേര് പറയാതിരിക്കുന്നു. അപ്പം വീണ്ടും അതിലെല്ലാം പ്രതിസ്ഥാനത്ത് വരുന്നത് ഈ SFI തന്നെയാണ്. എന്നിട്ട് പറയുന്ന എല്ലാത്തിനും അവരുടെ കോടതി ഉള്ളതുപോലെയാണ് അവരുടെ തീരുമാനം. എല്ലാത്തിനും ഒരു കൂടി അവരുടേതായ ഒരു തീരുമാനം അവർ തീരുമാനിക്കും എന്ത് ചെയ്യണം, ഈ കോടതികൾ എന്ത് തീരുമാനിക്കണം, അല്ലെങ്കിൽ ജനങ്ങൾ എന്ത് ചെയ്യണമെന്ന് അവരാണ് തീരുമാനിക്കുന്നത്. ഇവിടെ കോടതിയൊന്നുമില്ല. പൂക്കോടും അതാണ് സംഭവിച്ചത്. അവിടെ ഇരിക്കുന്ന ഡീനൻ എന്ന് പറഞ്ഞാൽ ആ കോളേജിൻ്റെ ഒരു കാര്യങ്ങളെക്കുറിച്ചും അറിയില്ല. ആ കോളേജിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഈ SFI നേതാക്കളാണ്. യൂണിയൻ ചെയർമാനാണ് അവിടെ തീരുമാനിക്കുന്നത് എന്ന് എക്സാം നടത്തണം, എക്സാമിന് ഏത് ക്വസ്റ്റ്യൻ പേപ്പർ വേണം. ക്വസ്റ്റ്യൻ പേപ്പർ പോലും 3-4 ദിവസത്തിന് മുന്നേ കുട്ടികൾക്ക് എത്തിക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം. അത് ശരിയാണ്, സത്യമാണ്. ഈ SFI നേതാക്കളാണ് അവിടെ ഈ ക്വസ്റ്റ്യൻ അവിടെ എത്തിക്കുന്നത്. അപ്പോൾ ഈ കോളേജിൽ എങ്ങനെയാണ് അവിടെ ക്ലാസ് വേണോ വേണ്ടയോ എന്നെല്ലാം തീരുമാനിക്കുന്നത് ഇവരാണ്. അവിടെ എന്തെങ്കിലും കുട്ടികൾ തമ്മിലുള്ള തർക്കങ്ങളോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് പരിഹരിക്കുന്നത് ഡീനോ കോളേജിലെ അധ്യാപകരോ അല്ല. കാരണം എങ്ങനെ ചെയ്യും? അധ്യാപകർ മൊത്തം ഇടതുപക്ഷ ഗ്രൂപ്പിലുള്ളവരാണ്, യൂണിയനിലുള്ളവരാണ്. അവർക്ക് എന്ത് തീരുമാനിക്കുന്നത് അവരെ കുട്ടി സഖാക്കൾ ചെയ്തുകൊള്ളും. അവരാണ് തീരുമാനിക്കുന്നത് ഇന്ന് ആരടിക്കണം, എങ്ങനെ അടിക്കണം. സാർമാർ ഇവിടെ വരല്ലേ, ഞങ്ങൾക്ക് ഇന്ന് ഇവിടെ ഒരു റാഗിങ് ഉണ്ട്, സാർ ഇവിടെ ലീവ് എടുത്ത് പോകണം. നാരായണൻ ആ ദിവസങ്ങളിൽ ലീവിലെന്നാണ് അറിയാൻ പറ്റിയത്. എമർജൻസിയാണ് അവൻ അന്ന് എത്തിയെന്നാണ് ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന വിവരം. അത് എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല. നാരായണൻ അവിടുത്തെ ഡീന് ലീവിൽ പോയ ആളിനെ പറഞ്ഞു വിട്ടിട്ടാണ് അവർ ഈ ക്രൂരകൃത്യം. അവിടെ പ്ലാൻഡ് മർഡറാണ്, പ്ലാൻഡ് മർഡർ. അത് എടുത്തു പറയാം. കാരണം അവനെ ഒരു റൂമിൽ പൂട്ടിയിട്ടിരിക്കുന്നു, വിവസ്ത്രനാക്കുന്നു, ആഹാരം കൊടുക്കുന്നില്ല, കുടിവെള്ളം കൊടുക്കുന്നില്ല, ഫോൺ ഹൈജാക്ക് ചെയ്യുന്നു. വീട്ടിൽ നിന്ന് അക്ഷയെ വിളിക്കുമ്പോൾ അക്ഷയ് പറയണം, അയ്യോ ആൻറ്റി ഇവിടെ ഇരിപ്പുണ്ട്, അവന് ഒരു കുഴപ്പമില്ല, അവൻ ഇവിടെ ഇരിക്കുകയാണ്. ഏതൊരു സമയവും ഞങ്ങൾ ആ കൃത്യമായി പറഞ്ഞ് ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. റഹാൻ വിളിച്ചു വരുത്തുന്നു. അവൻ്റെ ക്ലാസ്സിലുള്ള ഈ 5 പേരുടെയും വൈരാഗ്യം അല്ലെങ്കിൽ അസൂയ, അവനിലുള്ള വളർച്ച, അല്ലെങ്കിൽ അവൻ പെൺകുട്ടികളോടുള്ള ഒരു സമീപനം, അവരുടെ ഇടയിലുള്ള ഒരു സ്വീകാര്യത, ഇതിൽ അസൂയ പൂണ്ട ഇവര് കൃത്യമായി പ്ലാൻ ചെയ്ത് SFI നേതാക്കള് അവർക്ക് നേരത്തെ അവനെ 8 മാസത്തോളം യൂണിയൻ ഓഫീസിൽ വന്ന് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പ്രതികൾ ഒപ്പിടും പോലെ ഒപ്പിടണമായിരുന്നു. അവനെ ഡിസംബറിൽ അവൻ 25-ാം തീയതി ഡിസംബർ 2-ാം തീയതി അവൻ്റെ ബർത്ത്ഡേ അന്ന് വിവസ്ത്രനാക്കി കെട്ടിയിട്ട് കാലിൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ നോക്കി. അപ്പം ഇതൊക്കെ മദ്യക്കുപ്പികൾ അടുക്കി വെപ്പിച്ചു. അപ്പം ഇതൊക്കെ അവിടെ നടക്കുകയാണ്. മദ്യപിക്കാൻ പൈസ, ഇതേപോലെ കോട്ടയത്ത് ഇപ്പം നടന്നതുപോലെ മദ്യപിക്കുവാൻ വേണ്ടി പൈസ കൊടുക്കണം. അവിടെ വൈകുന്നേരം ആകുമ്പോൾ പെൺവാണിപ്പം എല്ലാം ആണ് അതിനകത്ത് നടക്കുന്നത്. അപ്പം ഇതെല്ലാം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം ഈ നേതാക്കളുടെ നേതൃത്വത്തിൽ തന്നെയാണ്. അതിന് സഹായിക്കാൻ ഒരു ആർഷോയും. ഈ സംഭവം നടന്ന് 3-4 ദിവസം ആർഷോ അതിനകത്ത് ക്യാമ്പ് ചെയ്തു. ചോദിച്ചവൻ പറയുന്നത് കുട്ടികൾക്ക് മാനസിക ധൈര്യം കൊടുക്കാനെന്ന്. എന്ത് കൊല ചെയ്ത കുട്ടികളെ മാനസിക ധൈര്യം കൊടുക്കാനാണോ യവൻ അവിടെ ചെന്ന് കിടന്നത്? അല്ലെങ്കിൽ തന്നെ അവൻ്റെ ചരിത്രം നോക്കിയാൽ നമുക്കറിയാമല്ലോ, അവൻ ഈ പീഡനക്കാരനാണല്ലോ. അപ്പം ആ കുട്ടികൾക്കും അതുപോലെ സഹായിക്കാൻ വേണ്ടി ചെന്നതായിരിക്കും. അപ്പം ഇതാണ് ഇതിലുള്ള സമീപനം. അതുപോലെ തന്നെ ഈ കുട്ടികളെ, ഈ പ്രതികളെ ആൻറ്റി റാഗിംഗ് കമ്മിറ്റി കണ്ടെത്തി ഇത്രയും കുറ്റക്കാരാണെന്നുള്ള റിപ്പോർട്ട് തയ്യാറാക്കുന്നു. ഈ റിപ്പോർട്ട് അവിടുത്തെ യൂണിവേഴ്സിറ്റി ലീഗൽ കമ്മിറ്റിക്ക് വിടുന്നു. അവരാണ് അംഗീകരിച്ച് വിടേണ്ടത്. അല്ലെങ്കിൽ തന്നെ അവിടുത്തെ സ്റ്റാൻഡിംഗ് കൗൺസിലിന് വിടുന്നു. ഇവരാണ് തീരുമാനിച്ച് വിടേണ്ടത്. റിപ്പോർട്ടിൽ 5 വർഷത്തെ വിലക്ക്, കടുത്ത തീരുമാനങ്ങളാണ് റിപ്പോർട്ടിലെടുത്ത് ഈ ആൻറ്റി റാഗിംഗ് കമ്മിറ്റി തീരുമാനം എടുത്ത് യൂണിവേഴ്സിറ്റി സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക്, കൗൺസിലിനും ഇതിനും ലീഗൽ അഡ്വൈസറിക്കും കൊടുത്തത്. ഇതിനകത്ത് ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഒരു ലേഖകൻ
സാറിന് മാധ്യമങ്ങളാകുമ്പോൾ സാറിനറിയാം എത്രത്തോളം കേസിൽ എന്തൊക്കെ നിലനിൽക്കും, എന്തൊക്കെ ഉൾപ്പെടുത്തിയാൽ നിൽക്കുമെന്ന്. ആ മാധ്യമ പ്രവർത്തകൻ ഓപ്പണായിട്ട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ഈ പ്രതികളെ, ഈ കുറ്റപത്രം, ഈ നിങ്ങൾ എടുത്ത തീരുമാനങ്ങൾ പ്രതികളെ ധരിപ്പിക്കാതെ നിങ്ങൾ ഇത് കോടതിയിൽ കൊടുത്താൽ കോടതിയിൽ കേസ് നിലനിൽക്കില്ല, അവർക്ക് ജാമ്യം കിട്ടും, അല്ലെങ്കിൽ അവർക്ക് പഠിക്കാനുള്ള അവസരം കിട്ടും എന്ന് അദ്ദേഹം പറഞ്ഞപ്പം അത് ഞങ്ങൾ തീരുമാനിക്കാൻ, നിങ്ങളല്ല അറിയേണ്ടത്, അത് സ്റ്റാൻഡിംഗ് കൗൺസിലും യൂണിവേഴ്സിറ്റി നിയമ ഉപദേശക സമിതിയും തീരുമാനിക്കും എന്ന് പറയും. അവിടെ എല്ലാം LDFന്റെ ഇതാണ്, LDFന്റെ അഡ്വക്കേറ്റ്സിന്റെ പാനലാണ് അതിനകത്തുള്ളത്. അവര് കൃത്യമായ ലൂപ്പ് ഹോളുകൾ ഇട്ട് മാത്രമാണ് ഈ റിപ്പോർട്ടുകൾ അവിടെ നിന്നുള്ള ഈ റിപ്പോർട്ട് ആന്റി റാങ്ക് കമ്മിറ്റി കൃത്യമായ തീരുമാനങ്ങൾ എടുത്തു. പക്ഷേ ഇവരാണ്, ഈ അഡ്വക്കേറ്റിന്റെ പാനലാണ് ഇതിനകത്ത് ലൂപ്പ് ഹോളുകൾ ഇട്ട് കോടതിയിൽ സമർപ്പിച്ചത്. അതുപോലെ തന്നെ ഈ കുട്ടികൾക്ക് ഇപ്പോൾ തന്നെ സിംഗിൾ ബെഞ്ചിൽ നിന്ന് എങ്ങനെയാണ് ഈ വിധി കരസ്ഥമാക്കാൻ പറ്റിയത്? കോടതി തെറ്റിദ്ധരിപ്പിക്കുന്നു. കോടതിയിൽ പ്രതികളുടെ വക്കീലന്മാര്, അവര് 14ഓളം വക്കീലന്മാര്, കേരളത്തിലെ ഏറ്റവും മുന്തിയ വക്കീലന്മാരെയാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ തന്നെ പല വിദ്യാർത്ഥികളുടെ അച്ഛന്മാര് അഡ്വക്കേറ്റാണ്. അതിൽ കാശിനാഥൻ എന്ന് പറയുന്ന ഒരു ക്രിമിനൽ സൈക്കോയാണ്, ഒരു ക്രിമിനൽ പശ്ചാത്തലം ഉള്ളവനാണ്. അവൻ്റെ അച്ഛൻ അഡ്വക്കേറ്റാണ്. അയാൾ പിന്നെ സിദ്ധാർത്ഥൻ്റെ അച്ഛനെ വന്ന് പരിചയപ്പെട്ടെന്നും തോന്നുന്നു, അഡ്വക്കേറ്റാണ്. അദ്ദേഹം ബന്ധപ്പെട്ട അഡ്വക്കേറ്റ്മാരെ ഇറക്കി ആണ് ഇതിൽ പ്രവർത്തിക്കുന്നത്. അപ്പം ഇവർ കോടതിയിൽ പോകുമ്പോൾ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാൻഡിംഗ് കൗൺസിലും യൂണിവേഴ്സിറ്റിയുടെ അഡ്വക്കേറ്റ്സിൻ്റെ പാനലും എന്താണ് ചെയ്യുന്നത്? അവിടെ ചെന്ന് പഴം വിഴുങ്ങിയതുപോലെ ഇരിക്കും, ഒരു പ്രതികരണവും ഇല്ല. അവരിതെല്ലാം പ്രതിഭാഗം മുന്തിയ വക്കീലന്മാർ വന്നങ്ങ് വാദിക്കുകയാണ്, കോടതിയിൽ തെറ്റിദ്ധരണകൾ ഉണ്ടാക്കും. കോടതിക്ക് തെളിവുകളാണ് പ്രാധാന്യം, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ വക്കീൽ ഡിഫെൻഡ് ചെയ്യില്ല, അപ്പോൾ കോടതിക്ക് ആ തീരുമാനം എടുക്കേണ്ടി വരും. അങ്ങനെയാണ് ഇവർക്ക് തിരിച്ച് പഠിക്കാനും കോളേജിൽ പ്രവേശനത്തിനും 3 വർഷത്തെ പഠന വിലക്ക് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും എടുത്ത് സിംഗിൾ ബെഞ്ച് കളഞ്ഞു. കാരണം എന്താണ്? ഈ അഡ്വക്കേറ്റ് അവിടെ ചെന്ന് ഇവരെ നിന്ന് പൈസ വാങ്ങിയിട്ട് യൂണിവേഴ്സിറ്റി അവർക്ക് പൈസ കൊടുക്കുന്നു, പ്രതിഫലം കൊടുക്കുന്നു. അതേപോലെ പ്രതികളുടെ ഭാഗത്തുനിന്നും പൈസ വാങ്ങി, എന്നിട്ട് അവിടെ ചെന്ന് പഴം വിഴുങ്ങിയ പോലെ ഇരിക്കുകയാണ്, ഒരു പ്രതികരണവും ഇല്ല. അങ്ങനെ സംഭവിക്കുന്നു. അത് വിധി വന്നതുകൊണ്ടാണ് ഞങ്ങൾ അപ്പീലിന് പോവുകയും ഡിവിഷൻ ബെഞ്ചിൽ നിന്നും ഞങ്ങൾക്ക് അപ്പീൽ ഞങ്ങൾക്ക് കിട്ടിയതും. അതുപോലെ ഈ അധ്യാപകർ സംഘടനകൾ ഈ അധ്യാപകരെ പുറത്താക്കപ്പെട്ടിരിക്കുന്ന കാന്തനാഥനെയും ഡീൻ നാരായണനെയും തിരിച്ചെടുക്കുവാൻ വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുകയാണ്. അവർ ബക്കറ്റ് പിരിവ് നടത്തുകയാണ്. ഒരാളിൽ നിന്ന് 2000 രൂപ വെച്ച് ബക്കറ്റ് പിരിവ് നടത്തി സാമ്പത്തിക സപ്പോർട്ട്. അയാൾ പറയുന്നത്, ഈ അധ്യാപക സംഘടന പറയുന്നത്, ഈ 2 അധ്യാപകർക്ക് മാനസിക സംഘർഷമുണ്ട്. സിദ്ധാർത്ഥന്റെ കുടുംബത്തിനോ സിദ്ധാർത്ഥൻ അനുഭവിച്ചതോ മാനസിക സംഘർഷമല്ല, ഈ അധ്യാപകർക്കുണ്ട്. സാമ്പത്തികമില്ല, സാമ്പത്തിക സഹായം കൊടുക്കണം, അതിനാണ് പിരിവ്. ആരാണ് ഇതിന് ഇവരെ തിരിച്ചെടുക്കാൻ സഹായിക്കുന്നത്? നമ്മുടെ MLA സച്ചിൻ ദേവിന്റെ നേതൃത്വത്തിലാണ് അവരുടെ സിൻഡിക്കേറ്റ് കൂടി ഇവരെ തിരിച്ചെടുക്കാൻ തീരുമാനിച്ചത്. ഈ 2 അധ്യാപകരും തിരിച്ചെടുക്കുകയും ഓർഡർ ഇടുകയും പാലക്കാട് ഏതോ ഒരു കോളേജിലേക്ക് നിയമനം നടത്തുകയും ചെയ്തു. പക്ഷേ ഞങ്ങൾ പ്രത്യേക ആ അവസരത്തിൽ തന്നെ ബഹുമാനപ്പെട്ട ഓണറബിൾ ഗവർണറെ ചെന്ന് കാണുകയും അദ്ദേഹത്തിൻ്റെ അടുത്ത് അഭ്യർത്ഥിക്കുകയും ചെയ്തു, സാർ ഇങ്ങനെയാണ് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അദ്ദേഹം ഉടൻ തന്നെ ആക്ഷൻ എടുക്കുകയും ഇവരുടെ തീരുമാനത്തിനെ റദ്ദ് ചെയ്യുകയും ചെയ്തു. അദ്ദേഹം ഓർഡർ ഇറക്കി അതിനെ റദ്ദ് ചെയ്തു. എന്നിട്ട് ഇപ്പോൾ കോടതിയിൽ വീണ്ടും അവരുടെ കേരളമെന്ന് പറഞ്ഞിട്ട് കേസ് നടക്കുകയാണ്. ആ കേസ് നടത്തുവാൻ വേണ്ടിയാണ് ഈ അധ്യാപക സംഘടനകൾ ബക്കറ്റ് പിരിവ് നടത്തി ഇവരെ സഹായിക്കാൻ നടക്കുന്നത്. അപ്പം ഈ സിദ്ധാർത്ഥനെ അതിക്രൂരമായി പീഡിപ്പിച്ച ഈ 18-20ഓളം വിദ്യാർത്ഥികളിൽ ഇപ്പോൾ നമുക്ക് പോലീസിന്റെ റിപ്പോർട്ട് മറ്റുള്ളവരിൽ അറിയുന്ന 18-19 പേരുണ്ടെന്നാണ്. ഇവർക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റ് അല്ലെങ്കിൽ ഉടൻ തന്നെ ഇവരെ കോളേജിൽ കയറ്റാതെയോ ആന്റി റാങ്ക് കമ്മിറ്റി എടുത്ത് അതേ തീരുമാനങ്ങൾ നടപ്പിലാക്കുകയൊക്കെ ചെയ്തിരുന്നുവെങ്കിൽ ഈ വരുന്ന വിദ്യാർത്ഥികൾക്ക്, ഇപ്പോഴുള്ള വിദ്യാർത്ഥികൾക്ക് അതൊരു പാഠമായിരുന്നേനായിരുന്നു. ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെയുള്ള ശിക്ഷകൾ നമുക്ക് ലഭിക്കും, അതുകൊണ്ട് ഇനി കുട്ടികളെ ദ്രോഹിക്കാൻ പാടില്ല എന്ന്. എങ്ങനെ ചെയ്യാതിരിക്കും? മുകളിൽ നിന്നുള്ള സഹായം കൊടുക്കുകയില്ലേ, നിങ്ങൾ ചെയ്യൂ, നിങ്ങൾ ഭാവിയിലെ മന്ത്രിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഭാവിയിലെ സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റാണ്, സെക്രട്ടറിയാണ്, ഇല്ലെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റിയിലെ ചെയർമാനാണ്. ഇതുപോലെയുള്ള വാഗ്ദാനങ്ങൾ കൊടുത്ത് കുട്ടികളെ കുഞ്ഞിലേ മോട്ടിവേറ്റ് ചെയ്ത് പഠിപ്പിച്ച് ഒരു കൃത്യമായ ഒരു ഗുണ്ട അല്ലെങ്കിൽ ഒരു ഗുണ്ടകളെ വാർത്തെടുക്കുവാൻ വേണ്ടിയാണ് ഈ പാർട്ടിയിലെ അല്ലെങ്കിൽ SFIയിലെ യൂണിറ്റുകാർ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ പല കോളേജുകളിലും സ്കൂളുകളിലും ഈവൻ സ്കൂളുകളിൽ പോലും
ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ പോലും റാഗിങ്, അതൊക്കെ ഇതിൽ നിന്നുണ്ടായിരുന്ന പ്രചോദനമാണ്, ഇവരെ വെറുതെ വിടുന്നു എന്നുള്ള പ്രചോദനമാണ്. അപ്പം ഈ ലൂപ്പ് ഹോളുകൾ ഈ പാർട്ടിയുടെ നയത്തിൽ, ഈ യൂണിവേഴ്സിറ്റി ഭരിക്കുന്ന പാർട്ടിയിൽ സഹായത്തോടു കൂടി ലൂപ്പ് ഹോളുകൾ ഇട്ട് സിദ്ധാർത്ഥനെ കൊല ചെയ്യപ്പെട്ട ഈ വിദ്യാർത്ഥികളെ രക്ഷിക്കുന്നതിന് വേണ്ടി ആദ്യം മുതൽ തന്നെ തെളിവ് നശിപ്പിച്ചതിനോടൊപ്പം തന്നെ ഇപ്പോൾ നിയമപരമായിട്ട് 1 വർഷം ആയപ്പോഴാണ് ഞങ്ങൾക്കത് മനസ്സിലാവുന്നത് ഇവർ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ടെന്ന്. സിദ്ധാർത്ഥന്റെ സാധനങ്ങൾ എടുക്കാൻ വേണ്ടി കോളേജിൽ നിന്ന് അറിയിച്ചതും പ്രകാരം അവിടെ ഞങ്ങൾ ചെന്നപ്പോൾ സിദ്ധാർത്ഥന്റെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഡ്രസ്സ്, മറ്റുള്ള സാധനങ്ങളും വേസ്റ്റ് കുട്ടയിൽ ഒരു ചാക്കിൽ കെട്ടിയിട്ടിരിക്കുന്നു. 1-2 സാധനങ്ങൾ. കരഞ്ഞുപോയി അവിടെ ചെന്ന അവസ്ഥ. അവന് വളരെ വൃത്തിയായിട്ട് വെച്ചിരുന്ന സാധനങ്ങളെല്ലാം വേസ്റ്റ് ഡമ്പിൽ കൊണ്ട് തള്ളിയിരിക്കുന്നു. ഞാൻ ചോദിച്ചു, സാറേ ഇങ്ങനെ അല്ലല്ലോ, ഇത് നിങ്ങൾ പറഞ്ഞത് ഇവിടെ ഒതുക്കി വെച്ചിരിക്കുന്നു, ഇതാണോ? ചാക്ക് കൊണ്ട് തട്ടിത്തരും. അത് നോക്കുമ്പോൾ 2 പാൻസ് കിട്ടും, ഒരു ഷർട്ട് കിട്ടും. അല്ല, അവൻ്റെ കണ്ണടയില്ല, അവൻ്റെ പേഴ്സില്ല, ബാഗില്ല, മൊബൈലും ഒക്കെ അത് കോടതിയില്ല. മറ്റുള്ള സാധനങ്ങളൊന്നുമില്ല. അതേപോലെ ബുക്കുകൾ, പഠിച്ച ബുക്ക് എന്ന് പറഞ്ഞാൽ 2 ബുക്ക്, അവൻ കോച്ചിങ്ങിന് പോയ നെയ്റ്റിൻ്റെ കോച്ചിങ്ങിന് പോയ ബുക്ക് മാത്രമാണ് കിട്ടിയിട്ടുള്ള. ആ കോളേജിൽ ഉപയോഗിച്ചിരുന്ന ബുക്കുകളൊന്നും കാണാനില്ല. അതിനെന്തെങ്കിലും നോട്ടുണ്ടോ? അതെല്ലാം ഇവർ തെളിവായിട്ട് നശിപ്പിച്ചു. അവൻ്റെ നല്ല വില കൂടിയ ഡ്രസ്സുകളൊന്നും കാണാനില്ല. ഈ പ്രതികൾ യവന്മാർ മുൻപേ അവൻ്റെ കൈക്കലാക്കിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. അത് വീണ്ടും ഇവൻ്റെ സാധനങ്ങൾ അന്വേഷിച്ചപ്പോൾ ഈ അധ്യാപകർ എന്നെയും എൻ്റെ കൂടെ വന്നവരെയും കൊണ്ടുപോയത് പട്ടിക്കൂട്ടിൻ്റെ അടുത്താണ്. പട്ടിക്കൂട്ടിൻ്റെ അടുത്ത് ഒരു വേസ്റ്റിൽ കൂട്ടിയിട്ടിരിക്കുന്ന സാധനങ്ങൾ അതിനകത്തുനിന്ന് എടുത്തു തന്നു. അപ്പൊ ഇത്രയും നീചമായ പ്രവൃത്തിയാണ് ഇപ്പോഴും ആ കോളേജിൽ സിദ്ധാർത്ഥനെതിരെ ഫാക്കൽറ്റി മെമ്പർ, അവിടുത്തെ ഇപ്പോഴത്തെ ഡീനായ ആരായാലും ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്കൊന്നും യോഗ്യതയില്ല ആ പോസ്റ്റുകളിൽ ഇരിക്കാൻ. അവിടെ ഈ SFIയെ പേടിച്ച് ഭരിക്കുന്നവർക്ക് എന്ത് യോഗ്യതയാണ് ആ കോളേജുകളിൽ ഇരിക്കുന്ന? ഏത് കോളേജിലായാലും ഇവർ പറയും പോലെയാണ് അവർ പ്രവർത്തിക്കുന്നത്. അപ്പം സിദ്ധാർത്ഥൻ്റെ കേസിൽ ഉചിതമായ കേസ് നടപടികളുമായിട്ട് മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ ഇത്തരത്തിലുള്ള കോട്ടയം പോലുള്ള കോളേജുകളിൽ നടന്ന അതിക്രൂരമായ പീഡനം ഇതൊട്ടും നടക്കില്ലായിരുന്നു. സിദ്ധാർത്ഥൻ അനുഭവിച്ചത് ഇതുപോലെ തന്നെയാണ്. പക്ഷേ നട്ടല് തൊട്ട് ആദ്യം മുതൽ അവസാനം വരെ. പക്ഷെ അത് ഞാൻ നേരത്തെ പറഞ്ഞു സാർ, അതൊരു പ്ലാൻഡ് മർഡറാണെന്ന് പറയാൻ കാരണം അവൻ്റെ പുറത്തൊന്നും പരിക്കുകൾ ഏൽപ്പിക്കാതെ ഇന്റേണലി ഡാമേജ് വരുത്താൻ കൃത്യമായി കാശിനാഥനും സിൻജോ ജോൺസണും കരോട്ട ബ്ലാക്ക് ബെൽറ്റൊക്കെ ആയിരുന്നു. അവർക്കത് കൃത്യമായിട്ട് അറിയാമായിരുന്നു. അപ്പോൾ അവർ അതേപോലെയാണ് അവനെ ഉപദ്രവിച്ചത്. സിൻജോ ജോൺസൺ അതുപോലെ ഇതിൽ തെളിവ് നശിപ്പിക്കുവാൻ വേണ്ടി മുൻകൈ നിന്നതാണ് അക്ഷയ് എന്നുള്ള അവൻ്റെ ഉറ്റ ഷിബു ഞാൻ വരാം. ഷിബു, ഞാൻ മനസ്സിലാക്കുന്നു എത്രത്തോളം വൈകാരികമായിട്ടാണ് താങ്കൾ ഇത് പറയുന്നത്, തുറന്നു പറയുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു.